നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പനി ആയതുകൊണ്ട് ഇന്ന് വീഡിയോസ് കുറച്ച് ലേറ്റ് ആയിട്ടോ കേട്ടോ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നേ. അപ്പം എല്ലാവരും കാണുന്നത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന്. അത് വയ്യാതിരിക്കുന്നതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പം അനുശ്രീയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് കേട്ടിരിക്കുക. അനുശ്രീയുടെ വക്കീല് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് തന്നെയാണ് അനുശ്രീ മറുപടി പറയണേ. അലോക് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയതാ, അത് സത്യമാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു സത്യമാണെന്ന് പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ വന്നാണോ അയാൾ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അനുശ്രീ പറഞ്ഞു അല്ല, ഞാൻ അവിടേക്ക് ചെല്ലുമായിരുന്നു, അലോകിന്റെ അടുത്തേക്ക് ഞാനാണ് പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പത്തിന് അലോകിന്റെ വക്കീല് ചാടി എഴുന്നേറ്റു. രവിവർമ്മ വക്കീല് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു കണ്ടില്ലേ, എൻ്റെ കക്ഷിയെ പ്രതിയാക്കാനായിട്ട് മനഃപൂർവ്വം ഇത്ര സമയം നാടകം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവരിപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇവരവിടേക്ക് ചെന്നുള്ള കാര്യം. എൻ്റെ കക്ഷി ഇവരെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നൊക്കെ അങ്ങനെ ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള അവസരം രവിവർമ്മ വക്കീലിന് കൊടുക്കുകയാണ്. ഒടുവിൽ രവിവർമ്മ വക്കീൽ ഒന്ന് ചോദിച്ചു അല്ല നിങ്ങളെ തട്ടിക്കൊണ്ടുപോയതെന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു, എന്നിട്ട് പറയുന്നു നിങ്ങൾ എൻ്റെ കക്ഷിയുടെ അടുത്തേക്ക് ചെന്നതെന്ന്. അല്ല നിങ്ങൾ എൻ്റെ കക്ഷിയുടെ അടുത്തേക്ക് പോയതാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം അനുശ്രീ പറഞ്ഞു അലോകിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം അത് ശരി, നിങ്ങൾ എൻ്റെ കക്ഷിയെ കാണാൻ അങ്ങോട്ട് ചെന്നിട്ടല്ലേ? അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു അത് അയാൾ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാ, എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോവാനായിട്ട് പ്രേരണയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിവർമ്മ വക്കീൽ പറഞ്ഞു ശരിക്കും നിങ്ങളാണ് പ്രതി, നിങ്ങൾ എന്നിട്ട് പറഞ്ഞ എന്താ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞേ? അപ്പോഴേക്കും അനു പറഞ്ഞു അതല്ല, കാരണം അനുവിന് പറയാനൊരു അവസരം കൊടുക്കുന്നില്ല. ഈ സമയത്ത് കോടതിയെ രവിവർമ്മ വക്കീൽ ബോധിപ്പിക്കുകയാണ്. ഇവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇവരെ തട്ടിക്കൊണ്ടുപോയതല്ല, ഇവര് എൻ്റെ കക്ഷിയുടെ അടുത്തേക്ക് ചെന്നാണ്, സ്വയമേധയെ ചെന്നാണ്, എന്നിട്ട് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് കള്ളക്കേസും കൊടുക്കുക ചെയ്തേ, ശരിക്കും ഇവരാണ് പ്രതി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീയുടെ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ, എൻ്റെ കക്ഷിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാനുള്ള ഇത് ബഹുമാനപ്പെട്ട കോടതിക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രവിവർമ്മ വക്കീലിനോട് കോടതി പറഞ്ഞു അതെ അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അവർ പറയട്ടെ, ഭയം കൂടാതെ പറയട്ടെ. ഇനിയിപ്പോൾ എന്തേലും കോടതിക്ക് മുന്നിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാമറ പ്രൊസീജിയേഴ്സ് നടത്താം. അപ്പം അതിന് മുന്നിൽ വേണ്ടപ്പെട്ട ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും മാത്രമേ കാണുള്ളൂ. അങ്ങനെ ആരെ ഫേസ് ചെയ്യാതെ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ പറയാം, അതിനുള്ള അവസരം തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുശ്രീ ഗോമതിയും ബാലിനെയൊക്കെ നോക്കി. അനുശ്രീക്ക് ധൈര്യമായി. അനുശ്രീ പറഞ്ഞു വേണ്ട, അങ്ങനെ എനിക്കൊന്നും പറയാനില്ല സാർ, എനിക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ നിന്ന് പറയാനുള്ളതുള്ളൂ, എനിക്ക് ഒളിച്ചു വെച്ച് പറയേണ്ടതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. അപ്പോഴേക്കും അനുശ്രീയുടെ വക്കീൽ ചോദിച്ചു അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്, അതൊന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചു. അനുശ്രീ പറഞ്ഞു ഞാനും അലോകും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, എനിക്ക് അലോകിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവന്റെ സ്വഭാവം ചതികളും ഒക്കെ പിന്നീട് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അലോക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിനുശേഷമാണ് അലോകുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടുകാർ ഉറപ്പിച്ച മറ്റൊരു ബന്ധത്തിന് താല്പര്യം കാണിച്ച് തീരുമാനമെടുത്ത് തന്നെ. അങ്ങനെ എൻ്റെ കല്യാണമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലോക് കല്യാണത്തലേന്ന് എൻ്റെ ഫോണിലേക്ക് കുറേ വിളിക്കാൻ തുടങ്ങി. ഞാൻ പക്ഷെ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ അവസാനം വിളിച്ചു കഴിഞ്ഞ് ഞാൻ കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പം അലോക് എൻ്റെ ഫോണിലേക്ക് കുറേ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് അനുശ്രീ ഒരു നിമിഷം ഒന്ന് നിശബ്ദയായി. അത് ആ മെസ്സേജിൽ ശരിക്കും ഒറിജിനലുള്ള മെസ്സേജ് ആയിരുന്നില്ല. ഞാനും അലോകും കൂടെ നിൽക്കുന്ന പല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് മോർഫ് ചെയ്തെടുത്തായിരുന്നു. പക്ഷെ കാണുന്നവർക്ക് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നും ഞാനാണ്, അതങ്ങനെ ശരിക്കും ഉള്ളതാന്ന് തോന്നും. ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫോട്ടോസൊക്കെ നാളെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെല്ലാവരുടെയും മുന്നിൽ എത്രമാത്രം അപഹാസ്യരായിട്ട് നിൽക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ അലോക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ പറയുന്നിടത്തേക്ക് നീ ഇറങ്ങി വരുവാണെങ്കിൽ ഞാൻ ആ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും പുറത്ത് കൊടുക്കില്ല, ആരും കാണത്തില്ല, നീ എന്നോട് ഒന്ന് മാപ്പ് പറയണം, അങ്ങനെ പറയുവാണെങ്കിൽ മാത്രം നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരോടും പറയാതെ ഞാൻ അലോക് പറഞ്ഞിടത്തേക്ക് ഇറങ്ങി ചെന്നു ആ രാത്രിയിൽ. പക്ഷെ അവിടെ സംഭവിച്ച വേറെ ഒന്നാണ്. ഞാൻ അവനോട് മാപ്പ് പറഞ്ഞു, ഇനി ആ ഫോട്ടോസും കാര്യങ്ങളൊന്നും ആരും കാണിക്കരുത്, അത് മോർഫ് ചെയ്താന്നുള്ള കാര്യം അവന് നന്നായിട്ടറിയാം. അവൻ ചെയ്ത ക്രൂരതയാണത്, എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ അവനപ്പം എന്നോട് ചെയ്തത് എന്നെ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഒരു ദിവസം മൊത്തം കൊണ്ടുപോയി ഒരു മുറിയിൽ അടച്ചിട്ടതും പിന്നീട് താലി കാണിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പിറ്റേ ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നും ജീവന്റെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതും താൻ സ്വയം കഴുതി താലിയെടുത്ത് കെട്ടിയതും എല്ലാ കാര്യങ്ങളും പറയണം. ഇതാണ് അവിടെ നടന്നത്. എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ വീട്ടുകാരെല്ലാവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ താലിയെടുത്ത് കഴുത്തെ കെട്ടിയത്. അല്ലാതെ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് അനുസരിച്ച് കരയുമ്പോൾ എല്ലാവർക്കും ബാലനും ഗോമതിക്കും ഒക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. ആ സമയം അച്യുതൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവള് പറയുന്നതെല്ലാം പച്ചക്കളവാ, ഇതിനകത്ത് 1% പോലും സത്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് നടപടി എടുക്കേണ്ട വരുമെന്ന് പറഞ്ഞു. ആ സമയം അനുശ്രീയുടെ വക്കീൽ പറഞ്ഞു, സത്യത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചത്. എൻ്റെ കക്ഷി എത്രമാത്രം വേദന അനുഭവിച്ച ആ സമയത്ത് കാര്യങ്ങളൊക്കെ കോടതിയെ ബോധിപ്പിക്കുകയാണ്. കോടതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അനുശ്രീ ആ സമയത്ത് അനുഭവിച്ച വേദനയും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, അലോക് അതിനകത്ത് കുറ്റക്കാരൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിക്ക് ഏകദേശം ബോധ്യമായി. പിന്നീട് വക്കീൽ കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട് അലോകിന് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്നൊക്കെ. ഒടുവിൽ അന്നത്തെ ദിവസം കോടതി പിരിവാണ്. കേസ് മാറ്റിവെച്ചു. 15-ാം തീയതിക്ക് കേസ് മാറ്റി വെക്കുവാണ്. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, അല്ല ബാലേട്ട, ഇനിയിപ്പോൾ 15-ാം തീയതി നമ്മൾ വരത്തില്ലേ, ആ സമയത്ത് കോടതി വിധി പറയുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, ചിലപ്പോൾ അന്നായിരിക്കും ചേച്ചി, അല്ലെങ്കിൽ അതിനുശേഷം മറ്റൊരു ദിവസം. അപ്പോഴൊക്കെ എൻ്റെ മോൾ കോടതി കയറി ഇറങ്ങേണ്ടി വരുമോ? ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഇപ്പൊ കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവനെ അങ്ങനെ കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല, ബാലേട്ട സഹിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, ഓഹോ, അപ്പം നിനക്കിപ്പോൾ സെന്റിമെന്റ്സ് അല്ലേ? അല്ല, ഒന്നുമില്ലേലും എൻ്റെ ചേട്ടൻ്റെ മകനല്ലേന്ന് ചോദിച്ചു. ഓ, അപ്പം ഈ നിൽക്കുന്ന ആരാ, നിന്റെ മോളല്ലേന്ന് ചോദിച്ചു. ഗോമതി പിന്നൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കുമാണ് അലോകിനെ ഇറക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നതുണ്ട്. അലോക് അതിലൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഓടി അനുസരിയുടെ അടുത്തേക്ക് വരുവാണ്. ആര്യം തടഞ്ഞു. ബാലൻ പറഞ്ഞു, വേണ്ട, തടയണ്ടെന്ന് പറഞ്ഞു. അനുസരിയുടെ അടുത്ത് വന്നിട്ട് അലോക് പറഞ്ഞു, അതെ, സോറി കേട്ടോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞു. ആ സമയം ഒരു പോലീസുകാരൻ വന്ന് അലോകിനെ പെട്ടെന്ന് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. ജീപ്പിനകത്തേക്ക് തള്ളുവാണ്. അച്യുതൻ പറഞ്ഞു, സാർ എന്ത് പരിപാടിയാണ് കാണിക്കണേ? അവൻ മര്യാദയ്ക്ക് കയറില്ലേ, അവനെ പിടിച്ച് തള്ളേണ്ട കാര്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആനന്ദം പറഞ്ഞു, അച്യുത, നീ പോലീസുകാരനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള വാശിയും വൈരാഗ്യവും അവരവൻ്റെ മേത്ത് തീർക്കും, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അവരുടെ വക്കീൽ അങ്ങോട്ട് ഇറങ്ങി വന്നത്. വക്കീൽ വന്നു കഴിഞ്ഞപ്പം അച്യുതൻ പറഞ്ഞു, വക്കീലെ, എന്തൊക്കെയാണ് ശരി, 15-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ മോനെ പുറത്തിറക്കണം, അവൻ നിരപരാധിയാന്ന് തെളിയണം. അതൊക്കെ ഞാൻ ഏറ്റവും ധൈര്യമായിട്ട് പോയിക്കോ, അറിയാലോ, അവനൊരു കാരണവശാലും ശിക്ഷിച്ചേക്കില്ല, ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെ, സാർ ധൈര്യമായിട്ട് പോയിക്കോ, 15-ാം തീയതി ഉറപ്പായിട്ടും അവനെ നമ്മൾ പുറത്തിറക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അനുശ്രീ ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അനുശ്രീയോട് വക്കീൽ പറഞ്ഞു, അവൻ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യം കേട്ടിട്ട് മോള് അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, അതൊക്കെ അവൻ്റെ ഓരോ സെന്റിമെന്റ്സും പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാ, അതിലൊന്നും വിശ്വസിക്കുകയും വേണ്ട, അറിയാലോ കാര്യങ്ങൾ, അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് ശരിയാ, അവന് മാക്സിമം കിട്ടേണ്ട ശിക്ഷ കിട്ടണം, അതാ ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ഒരു പെൺകുട്ടിയോടും അവൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷിയും മിത്രരെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. ഗോമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, അങ്ങനെ തന്നെ വേണം. എന്നാലും അനു, നീ കോടതിയിൽ ധൈര്യപൂർവ്വം നിന്നല്ലോ, അങ്ങനെ തന്നെ വേണം, പെൺകുട്ടികളാണെങ്കിൽ എല്ലാം തുറന്നടിച്ച് പറയണം. അപ്പോഴും ഗോമതി പറഞ്ഞു, എന്നാലും എനിക്ക് അവനെ കണ്ടിട്ട് സഹിച്ചില്ല, അവൻ്റെ വരവും നിപ്പും മട്ടുമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. മീനാക്ഷി പറഞ്ഞു, എന്തിനാ അവനോട് സെന്റിമെന്റ്സ് കാണിക്കണേ? അല്ല മോളെ, എന്നാലും എനിക്കെന്തോ അവനാണ് നേരെ ചൊവ്വേ ഫുഡ് പോലും കഴിക്കുന്നില്ല എന്ന് തോന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറഞ്ഞുള്ള അറിവാണ്. പുതിയതായിട്ടൊരാൾ ജയിലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും പഴയ ആൾക്കാർ അവർക്ക് നല്ല സ്വീകരണം കൊടുക്കുമെന്ന്. മിക്കവാറും അവനെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ്റെ കോലം അങ്ങനെയായി തീർന്ന്. സാരമില്ല, അവനിട്ട് കിട്ടാനുള്ളതൊക്കെ നല്ല രീതിയിൽ കിട്ടട്ടെ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്നാലും എനിക്ക് അവനെ കണ്ടു കഴിയുമ്പോൾ വല്ലാത്തൊരു വിഷമം. എൻ്റെ ചേട്ടൻ്റെ മോനല്ലേ? മീനാക്ഷി ചോദിച്ചു, അപ്പം ഈ ഇരിക്കുന്ന ആരാ? അമ്മയുടെ ആരാന്ന് ചോദിച്ചു. അനുശ്രീ പറഞ്ഞു, അങ്ങനെ ചോദിക്കുക ചേച്ചിന്ന് പറഞ്ഞു. അല്ല, ഇവളെൻ്റെ മോളാ, പക്ഷെ അവനെന്നാലും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മിത്ര പെട്ടെന്ന് എഴുന്നേക്കുവാണ്. മീനാക്ഷി എന്ത് പറ്റി? എന്തോ എനിക്ക് രക്കളെടുക്കുന്നു, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അകത്തേക്ക് കയറിപ്പോയി. മിത്രയ്ക്ക് നല്ല സങ്കടമാകുന്നുണ്ടായിരുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ട്.
അലൂകിനെ കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമമായിരുന്നു. അവന് എത്രയൊക്കെയാന്ന് പറഞ്ഞാലും സഹോദരനാണല്ലോ. അപ്പൊ ആ ഒരു വേദന മിത്രയുടെ മനസ്സിലുണ്ട്. അവന് ശിക്ഷ കിട്ടണം. പക്ഷെ എന്നാലും അവൻ എങ്ങനെയൊക്കെ ആയെന്നറിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.